ഹായ് ഫ്രണ്ട്സ്, ടെക്സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് എങ്ങനെ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ MIT ആപ്പ് ഇൻവെൻറ്റർ 2 എന്ന് ടൈപ്പ് ചെയ്യുക. MIT ആപ്പ് ഇൻവെൻറ്റർ 2 എന്ന് ടൈപ്പ് ചെയ്യുക. സോ ആദ്യം വരുന്ന റിസൾട്ടിൽ നിന്നും ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ അതിൽ പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൻ്റെ വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആ വിൻഡോയിൽ ക്രിയേറ്റ് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആ ലോഗിൻ ഓപ്ഷനിൽ നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ വരും. ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരുമ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഈ ഒരു മെസ്സേജ് വരുമ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നമുക്ക് നെയിം കൊടുക്കാം. അതിനുവേണ്ടി പ്രോജക്റ്റ് എടുക്കുക. അതിനകത്ത് സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സിമ്പിൾ എന്നൊരു പേര് കൊടുക്കുക. ജസ്റ്റ് സിമ്പിൾ എന്നുള്ള ഒരു പേര് കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, സിമ്പിൾ 1 എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഞാൻ സിമ്പിൾ 1 എന്നൊരു പേര് കൊടുത്തു. അതിനുശേഷം ഓക്കെ അടിക്കുക. സോ ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ 1 എന്ന് പറഞ്ഞ് നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ബ്ലാങ്ക് സ്ക്രീൻ, നമ്മുടെ മൊബൈലിൻ്റെ ബ്ലാങ്ക് സ്ക്രീനാണ്. ഈ സ്ക്രീനിലാണ് നമുക്ക് ആപ്പിൻ്റെ ഇൻ്റർഫേസിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത്. സോ ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ആണ്. നമ്മളിപ്പം ബ്ലോക്കാണ് ഇപ്പം നമ്മൾ ഡിസൈൻ വ്യൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 ന്യൂമറിക്കൽ നമ്പർ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ആഡ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 ന്യൂമറിക്കൽ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ട് ഈ ആപ്പിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഇതിനു വേണ്ടി ഒരു ആപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഈ യൂസർ ഇന്റർഫേസ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. യൂസർ ഇന്റർഫേസിനകത്ത് കുറേ ഐക്കൺസ് ഉണ്ട്. ബട്ടൺസ്, ചെക്ക് ബോക്സ്, ഡേറ്റ് പിക്കർ, ഇമേജ് ലേബൽ, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് ആണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഇപ്പം യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സും പ്ലേസ് ചെയ്യുക. സോ ഇത് ടെക്സ്റ്റ് ബോക്സ് 1ഉം ടെക്സ്റ്റ് ബോക്സ് 2 ആണ്. നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സുകൾ നമുക്ക് ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ കമ്പോണൻസിനകത്ത് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റിലായിരിക്കുന്നത് അത് നേരെ സെൻറ്ററിലേക്ക് ആക്കുക. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സുകൾ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബട്ടനാണ്. ആ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ 2 ടെക്സ്റ്റ് ബോക്സിലെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ട് കാണും. സോ അതിനുവേണ്ടി നമുക്കൊരു ബട്ടൺ വേണം. സോ യൂസർ ഇൻ്റർഫേസിൻ്റെ ടോപ്പിനകത്ത് ഒരു ബട്ടൺ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വിൻഡോയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ബട്ടൺ. സോ ആ ബട്ടൺ എന്തിനു വേണ്ടിയാണ്? അഡീഷൻ നടത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മുടെ ഈ കമ്പോണൻസിൽ ഇപ്പോൾ ഈ ബട്ടൺ സെലക്ട് ചെയ്ത് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആ ബട്ടനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ബട്ടൻ്റെ പ്രോപ്പർട്ടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഈ ബട്ടൺ ഇപ്പം ടെക്സ്റ്റ് ഫോർ ബട്ടൺ 1 എന്നാണ് കിടക്കണം. അതിന് നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കാം. അതിനുവേണ്ടി ബട്ടനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബട്ടൻ്റെ പ്രോപ്പർട്ടി എഡിറ്റ് ചെയ്യുക. ബട്ടൻ്റെ പ്രോപ്പർട്ടിയിൽ ടെക്സ്റ്റ് ഫോർ ബട്ടൺ എന്ന് പറഞ്ഞ കിടക്കണം. അവിടെ നമ്മൾ ആഡ് എന്ന് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ആഡ് എന്ന് കൊടുക്കുന്നു. സോ അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബട്ടൻ്റെ നെയിം മാറി ആഡ് എന്നായി. ഇനി അതിന് നമുക്കൊരു കളർ കൊടുക്കാം. കളർ കൊടുക്കാൻ വേണ്ടി വീണ്ടും കമ്പോണൻസിനകത്ത് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിപ്പോൾ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കും. ഇപ്പോൾ ഞാൻ ഒരു റെഡ് കളർ കൊടുത്തു. കളർ മാറിയത് നിങ്ങൾക്ക് കാണാം. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് 2 ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. ഫോർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി 2 ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ ആഡ് ചെയ്തു. അതിന് ആഡ് എന്നൊരു നെയിമും കൊടുത്തു. ഇനി നമുക്ക് റിസൾട്ട് കാണണം അല്ലേ? ഈ 2 ഇൻപുട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണണം. റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ ലേബലാണ് പ്ലേസ് ചെയ്ത് ഈ സ്ക്രീനിൽ പ്ലേസ് ചെയ്യേണ്ടത്. ലേബലെ ക്ലിക്ക് ചെയ്യുക. ലേബൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് എടുത്തത്. ടെക്സ്റ്റ് ബോക്സ് എടുത്തു. എന്തിനു വേണ്ടിയാ? ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി. ബട്ടൺ എന്ന് പറഞ്ഞൊരു യൂസർ ഇന്റർഫേസ് വെച്ചു. ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യണം. പിന്നെ നമ്മൾ റിസൾട്ട് കാണാൻ വേണ്ടി ലേബൽ എടുത്തു. റിസൾട്ട് കാണാൻ വേണ്ടി ലേബൽ എടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ഏകദേശം പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബ്ലോക്ക് വ്യൂവിലേക്ക് പോകാം. അതിനുവേണ്ടി ഈ സ്ക്രീനിലെ ഏറ്റവും റൈറ്റ് മോസ്റ്റിൽ ടോപ്പിലായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ വ്യൂ ആണ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഡിസൈൻ വ്യൂ. ഇനി ബ്ലോക്ക് വ്യൂവിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ വരും. ആ ബ്ലാങ്ക് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറേ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് കാണാം. അതുപോലെ
തന്നെ സ്ക്രീൻ 1 നമ്മൾ സെലക്ട് ചെയ്ത കമ്പോണൻസ് എല്ലാം കാണാം. ടെക്സ്റ്റ് ബോക്സ് 1, ടെക്സ്റ്റ് ബോക്സ് 2, ബട്ടൺ, ലേബൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഇവിടെ പെർഫോം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടൺ 1 എന്ന് വെച്ചാൽ ആഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ആയിരുന്നു അല്ലേ. സോ ആ ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1ലെ ഡാറ്റയും ടെക്സ്റ്റ് ബോക്സ് 2ലെ ഡാറ്റയും തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് ലേബലിൽ കാണണം. ഇതാണ് നമുക്കിവിടെ പെർഫോം ചെയ്യേണ്ടത്. സോ അതിനായിട്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ സ്ക്രീൻ 1ലെ ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് വേണ്ടത് വെൻ ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഡു സംതിങ് അല്ലേ. സോ വെൻ ബട്ടൺ 1 ക്ലിക്ക് ഉണ്ട്, അതിനകത്ത് വെൻ ബട്ടൺ 1 ഗോട്ട് ഫോക്കസ് ഉണ്ട്, ബട്ടൺ 1 ഡോട്ട് ലോങ് ക്ലിക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ബട്ടൺ 1 ക്ലിക്ക് ഡു സംതിങ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. സോ അത് നമ്മളിപ്പം വെച്ചു. ബട്ടൺ 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എന്ത് സംഭവിക്കണം, നമ്മുടെ ലേബലിനുള്ളിലെ കണ്ടന്റ് വരാം. ലേബലിനുള്ളിലെ കണ്ടന്റ് എന്തായിരിക്കണം, ആ 2 ടെക്സ്റ്റ് ബോക്സിലെ കണ്ടന്റുകളിൽ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം. അപ്പോൾ വെൻ ബട്ടൺ 1 ക്ലിക്ക് ഡു എന്ത് ചെയ്യണം, ലേബലിൽ ക്ലിക്ക് ചെയ്യുക. ലേബലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേബൽ 1 ഡോട്ട് ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലേബലിനകത്ത് ടെക്സ്റ്റ് നമുക്ക് കാണാം, ലേബലിനകത്തുള്ള ഡാറ്റ കാണാം. അതിന് വേണ്ടി ലേബലിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റ് ലേബൽ 1 ഡോട്ട് ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേബലിൽ ക്ലിക്ക് ചെയ്യുക. ലേബലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേബൽ 1 ഡോട്ട് ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്ലേസ് ചെയ്യുക, ഇങ്ങനെ പ്ലേസ് ചെയ്യുക. സോ വെൻ ബട്ടൺ 1 ക്ലിക്ക് സെറ്റ് ലേബൽ 1 ഡോട്ട് ടെക്സ്റ്റ് 2. ഇനി ആ ലേബൽ 1ൽ എന്ത് വേണം, ആ ലേബൽ 1ൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. എന്ത്, അഡീഷൻ എന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് മാത്തിൽ ക്ലിക്ക് ചെയ്യുക. മാത്തിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ അഡീഷൻ ആണ് വേണ്ടത്. സോ മാത്തിനകത്ത് അഡീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐക്കണെ കിട്ടുക. സം ഓഫ് 2 നമ്പർ എന്ന ആ ഒരു ഐക്കണെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നമ്മുടെ ലേബൽ 1 ഡോട്ട് ടെക്സ്റ്റ് 2 എന്നതിൻ്റെ ബാക്ക് എൻഡിൽ കൊണ്ട് കണക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനകത്ത് 2 ഇൻപുട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഇൻപുട്ട് 1ഉം ഇൻപുട്ട് 2ഉം. സോ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് 1ൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട്. ആ ഫസ്റ്റ് ഇൻപുട്ട് കൊണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ്, ഈ മാത്ത് ഓപ്പറേഷനിലെ സെക്കൻഡ് ഇൻപുട്ട് എന്നത് ടെക്സ്റ്റ് ബോക്സ് 2ലെ കണ്ടന്റ് ആണ്. ടെക്സ്റ്റ് ബോക്സ് 2ൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 2 ഡോട്ട് ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ ഐക്കൺ കൊണ്ട് മാത്ത് ഓപ്പറേഷനുള്ളിൽ സെക്കൻഡ് എലമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആവശ്യമായ ആൻഡ്രോയിഡ് ആപ്പ് ഓക്കെയാണ്. വെൻ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ലേബലിനകത്തുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ആവും. ലേബലിനകത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്നത്. ആരൊക്കെ തമ്മിൽ, ടെക്സ്റ്റ് ബോക്സ് 1ഉം ടെക്സ്റ്റ് ബോക്സ് 2ഉം തമ്മിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. ഇനി നമുക്ക് നേരെ ഡിസൈനിലേക്ക് തന്നെ പോകാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഇരിക്കുന്നത്. ഈ ഒരു ആപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആപ്പ് നമ്മുടെ ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള .apk ഫയൽ ലഭിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബിൽഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻ വരും. പ്രൊവൈഡ് QR കോഡ് ഫോർ .apk വരും, ഓർ സേവ് .apk ടു മൈ കമ്പ്യൂട്ടർ വരും. നമുക്ക് QR കോഡ് കിട്ടട്ടെ, എന്നിട്ട് നമ്മുടെ ഫോണിലെ QR കോഡ് സ്കാനർ വഴിയോ അല്ലെങ്കിൽ ആ QR കോഡിൻ്റെ കൂടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ലിങ്ക് വെച്ചോ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്രൊവൈഡ് QR കോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത ആപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ QR കോഡ് നിങ്ങൾക്ക് ലഭിക്കും. സോ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള QR കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടായിരിക്കും. ആ QR കോഡ് നമ്മുടെ ഫോണിൽ ഒരു QR കോഡ് സ്കാനർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്രോം വഴിയോ അല്ലെങ്കിൽ ബ്രൗസർ വഴി നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ താഴത്ത് കാണിച്ചിരിക്കുന്ന ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ സ്ക്രീൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം.
സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. സോ ഇപ്പോൾ നമ്മുടെ നേരത്തെ കണ്ട സ്ക്രീൻ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും. അതിനകത്ത് ഇൻപുട്ട് 1-ൽ ടെക്സ്റ്റ് ബോക്സ് 1-ൽ ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. ഞാൻ 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നു. സെക്കൻഡ് ഇതിൽ 25 കൊടുക്കുന്നു. അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം 10ഉം 25ഉം കൂടി ആഡ് ചെയ്ത് 35 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. ഇനി മറ്റൊരു ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണ് 25, അതുപോലെ തന്നെ 35. അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, 60 എന്ന ആൻസർ കിട്ടി. സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ആപ്പും ഡെവലപ്പ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.